ഹൈന്ദവ വിശ്വാസങ്ങളിൽ വൃശ്ചിക മാസത്തിലെ ഏകാദശി പ്രധാനമായ ദിവസമായി കണക്കാക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചത് ഈ ഏകാദശിയിലാണെന്ന് കരുതപ്പെടുന്നു. ഗുരുവും വായുവും ചേർന്ന് പാതാള അഞ്ജനശിലയിലുള്ള ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയത് ഈ ഏകാദശിയിലാണെന്ന് പറയപ്പെടുന്നു. പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്തിന് ഗുരുവായൂരെന്നും പ്രതിഷ്ഠയ്ക്ക് ഗുരുവായൂരപ്പനെന്നും പേര് വന്നതും അന്നേ ദിവസം തന്നെയാണ്. കാർത്തിക മാസത്തിൽ ഗോപന്മാർ ഗോവർദ്ധന പൂജ നടത്തിയതിൽ കുപിതനായ ഇന്ദ്രൻ ഘോരവർഷം പെയ്യിച്ചുവെന്നും ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിച്ചപ്പോൾ കാമധേനുവിനോടൊപ്പം വന്ന് ഭഗവാനെ സ്തുതിക്കുകയും പാൽ കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തതും ഈ ഏകാദശി ദിനത്തിലാണ്. ശബ്ദം നഷ്ടപ്പെട്ട ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം തിരിച്ചു കിട്ടിയതും ഈ ദിനത്തിലാണ്. കുറൂരമ്മ, വില്ലുമംഗലം, പൂന്താനം മുതലായവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ചതും ഈ ദിനത്തിലാണ്. അഭീഷ്ടസിദ്ധിക്കും സൗഭാഗ്യത്തിനും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഈ വർഷത്തെ ഏകാദശി ഡിസംബർ 1 തീയതിയാണ്. ഹരി ഓം.